സർ, അടുത്ത ചോദ്യം വിമൺ ഓഫീസേഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ സിവിൽ സർവീസിൽ തന്നെ ഗവൺമെൻറ് തന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, വിമൺ ഓഫീസേഴ്സ് വരണം, എല്ലാ സർവീസസിലും ഇതിലും വിമൺ വരണമെന്ന് പറയുന്നുണ്ട്. സോ IPS ഇന്ത്യൻ സിവിൽ സർവീസിലാണെങ്കിലും സ്ത്രീകൾ ഒരുപാട് വരുന്നുണ്ട്, പെൺകുട്ടികൾ യങ് ലേഡീസ് ഓഫീസേഴ്സ് വരുന്നുണ്ട്. സോ സാറിൻ്റെ ഒരു കരിയർ സ്പാനിൽ യങ്സ്റ്റേഴ്സായിട്ട് വരാൻ പോകുന്ന ലേഡി ഓഫീസേഴ്സിനൊക്കെ വരുന്ന സമയത്ത് ഹൗ സേഫ് ഡു യു തിങ്ക് ദ ജോബ് ഇസ് ആൻഡ് എത്ര പ്രോഗ്രസീവ് ആണ് നമ്മുടെ സിസ്റ്റം? അങ്ങനെ ഒരു ഇപ്പോൾ വിമൺ ഇൻ കോമ്പാറ്റ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ആർമിയിലായിരുന്ന പോലെ തന്നെ ഹൈലി സ്കെപ്റ്റിക്കലായിട്ടാണ് അവർ ഓഫീസേഴ്സിനെ എപ്പോഴും കോമ്പാറ്റ് പൊസിഷൻസിൽ കണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പൈലറ്റ്സ് മാറി ഇതിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോഴ്സിലും സിവിൽ സർവീസിലൊക്കെ വരുമ്പോൾ ഹൗ പ്രോഗ്രസീവ് ആർ വി, എത്രത്തോളം പ്രോഗ്രസീവ് ആണ് നമ്മുടെ സിസ്റ്റം ഒക്കെ സർ വിമൺ ഓഫീസേഴ്സിന് ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ? എനിക്കവിടെ സിസ്റ്റം ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അറിയാമെന്നുള്ളപ്പോൾ ഞങ്ങളുടെ ഒരു ഫോർ അബൌട്ട് 10-15 years there were only 2 IPS officers, മറ്റേ മാഡം ശ്രീലേഖ ആൻഡ് മാഡം സന്ധ്യ. അവർ രണ്ടുപേര് 87 ബാച്ച് ആൻഡ് 88 ബാച്ച്. അത് കഴിഞ്ഞ് there was a gap. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 1-2 പേരൊക്കെ വന്നു, അവർ കാഡർ ചേഞ്ചൊക്കെ എടുത്ത് നേറ്റീവ് കാഡറിലേക്കൊക്കെ പോയി. അതിനുശേഷം ലെറ്റസ് ഐ തിങ്ക് ഒരു ലാസ്റ്റ് ഒരു 15 yearsലാണ് കൂടുതൽ പെൺകുട്ടികൾ വന്നു തുടങ്ങി. ഐ മീൻ ബേസിക്കലി ദാറ്റ് മീൻസ് ദാറ്റ് മോർ ആൻഡ് മോർ ഗേൾസ് ആർ ക്വാളിഫൈ. പണ്ടത്തെ ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ വിമൻ ഓഫീസേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ വിമൻ IPS ഓഫീസേഴ്സിൻ്റെ പോലെ തന്നെയാണ് വിമൻ പോലീസ് പേഴ്സണൽ. ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കാലിക്കറ്റ് വനിതാ പോലീസ് സ്റ്റേഷനാണ്, മാഡം ഇന്ദിരാഗാന്ധി ഓപ്പൺ ചെയ്ത പോലീസ് സ്റ്റേഷനാണ്. അന്നോട്ട് വനിതാ പോലീസ് ഉണ്ടെങ്കിലും അവർക്കും ഇതേ സിമിലർ ഇഷ്യൂസ് അവർക്കും ഉണ്ടായിരുന്നു. ബിക്കോസ് ഒരു അക്സെപ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം പോലീസ് ഇസ് എ വെരി മെയിൽ ഡോമിനേറ്റഡ്, ഒരു മാച്ചോ ഇമേജ് ഉള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽസ് മെൻ്റൽ മേക്കപ്പ്. ഐ മീൻ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് അവരുടെ മെയിൽ കൊളീഗ്സിൻ്റെ മെൻ്റൽ മേക്കപ്പ്, സീനിയേഴ്സിൻ്റെയും കൊളീഗ്സിൻ്റെയും മെൻ്റൽ മേക്കപ്പ് അനുസരിച്ചായിരിക്കും ദ ഡീൽ ദേ ഗെറ്റ്. അപ്പോൾ ഈ വിമനോടുള്ള ഒരു ലെറ്റ് us say the difference in approach is a basic thing which is there, and it's a man woman difference. But I won't say that is good or bad എന്ന് പറയില്ല, because it's something which we see it in the families. Exactly. We see it in the families. ഇപ്പം we realize that we have to teach our sons to behave better എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോഴത്തെ ക്രൈംസിൻ്റെയും ഡ്രഗ്സിൻ്റെയും ഈ ലവ് റിലേറ്റഡ് ക്രൈംസിൻ്റെയൊക്കെ വരുമ്പോൾ നമ്മുടെ ആൺമക്കളെ നമ്മൾ നല്ലവണ്ണം പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ആൺമക്കളെ പഠിപ്പിക്കുന്ന ആരാ? പെണ്ണുങ്ങളായ അമ്മമാരാണ് പഠിപ്പിക്കുന്നത്. ഈ അമ്മമാർ പഠിപ്പിച്ച ആൺമക്കളാണ് ഈ വെളിയിലിറങ്ങി അമ്മയുടെ ജെൻഡറിലുള്ള സ്ത്രീകളോട് അല്ലെങ്കിൽ സഹോദരിയുടെ ജെൻഡറിലുള്ള സ്ത്രീകളോട് ഈ ക്രൂരതയൊക്കെ കാണിക്കും. അപ്പോൾ യു ഹാവ് ടു ലുക്ക് ഡീപ്പ്. അപ്പോൾ ആ സർവീസിലുള്ള പ്രെജുഡിസസ് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം 2 ലെവലിലും ഈ പോലീസ് ഇപ്പോൾ CPO സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ള ലെവലിൽ ഇപ്പോൾ വനിതാ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ 33% ആണ് ടാർഗറ്റെങ്കിലും അത്രയൊന്നും എത്തിയിട്ടില്ലെങ്കിലും ലോട്ട് മോർ പീപ്പിൾ ആർ കമ്മിങ് ഇൻ. സോ ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ ചേഞ്ച്. അതേസമയം IPS ഓഫീസേഴ്സും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ 2 ലെവലിലും ആൾ വരുമ്പോഴത്തേക്കും ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇസ് ഫോഴ്സ് ടു ചേഞ്ച്. യു കാൺട്ട് മെയിൻറ്റെയിൻ റിട്രോഗ്രേഡ് വ്യൂസ്. പിന്നെ ലീഗൽ സിസ്റ്റം, ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞാൽ പിന്നെ അതിന് രണ്ടാമതൊരു ചോദ്യമില്ലല്ലോ. ദാറ്റ് അപ്ലൈസ് ടു IPS ഓഫീസേഴ്സ്, അപ്ലൈസ് ടു പോലീസ് പേഴ്സണൽ ഓൾസോ. സോ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് ദം ടു, ഐ മീൻ യു ജനറേറ്റ് എ കംപ്ലൈൻറ്റ് ഫ്രം ദം. അപ്പോൾ ആ ലീഗൽസ് ഓൾസോ ഹെൽപ്സ്. all that helps in assuring comfort for system is basically very progressive. System is changing. System is progressive. System is changing. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, this goes beyond the uniform or the system or the job. This is a basic ഒരു ജനറ്റിക് കൾച്ചറൽ ഡിഫറൻസ് ആണ്, ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ അത് മാറണമെങ്കിൽ പക്ഷേ അതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോസ്, റൂൾസ്, വർക്ക് പ്ലേസ് സേഫ്റ്റിയുടെ റൂൾസ്. പക്ഷേ വാട്ട് യു സീ ഈസ് ദാറ്റ് പലപ്പോഴും ഈവൻ വിമൻ ഇൻ ഹെഡിങ് ദ ഓർഗനൈസേഷൻ, അവിടെ പോലും ചിലപ്പോൾ ഈ വർക്ക് പ്ലേസ് വിമൻ സേഫ്റ്റിക്ക് ഒരു കമ്മിറ്റി, വിശാഖ ജഡ്ജ്മെൻറ്റ് വന്ന് ദാറ്റ് ബിക്കേം എ ലോ. പലയിടത്തും നമ്മൾ നോക്കി ആ കമ്മിറ്റി ഈസ് നോട്ട് പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ ഇറ്റ് ഇസ് ജസ്റ്റ് എ ബ്യൂറോക്രാറ്റിക് തിങ്. അപ്പോൾ അതായത് ഇറ്റ്സ് നോബഡീസ് ഫാൾട്ട്. പക്ഷേ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് ഹസ് ടു കം. ഇപ്പോൾ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ക്രൈം ഫിക്ഷൻ? Definitely. Have you read Reginald Hill? There is a British writer, okay. Yes, from 1970, middle of 70s to 2009 and he has written about 25-30. Excellent writer. So recently I read a book of his. Another it's an interchange between a senior male officer and a female colleague. അപ്പോൾ അതിനകത്ത് അങ്ങനെ പറയുന്നത് it's a design difference.
don't blame the machine, blame the engineer. ഓക്കെ You understand? I mean, it's something beyond ഈ നമ്മുടെ ഒരു നമ്മൾ പഠിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ അക്വയർഡ് ക്വാളിറ്റീസിനെ കവിച്ച് നിൽക്കുന്ന ഒരു വളരെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു അർജുൻ പറഞ്ഞ മാതിരി ഒരു ഇറ്റ്സ് എ ആറ്റിറ്റ്യൂഡ്. അതായത് ദോസ് ആറ്റിറ്റ്യൂഡ്സ് ഹാവ് ടു ചേഞ്ച്. പക്ഷേ ദേ ആർ ബീങ് ഫോഴ്സ്ഡ് ടു ചേഞ്ച് ബൈ ദ എൻട്രി ഓഫ് മോർ വിമൻ ഓഫീസേഴ്സ്, ദ ലീഗൽ സിസ്റ്റം, പിന്നെ ഈ എന്താണ് മീഡിയ, വേരിയസ് അതർ തിങ്സ്. വി ഹാവ് ആക്സസ് ടു എ ലോട്ട് ഓഫ് തിങ്സ്. സ്റ്റിൽ ബാഡ് തിങ്സ് ഹാപ്പൻ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ചേഞ്ചിങ്, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ചേഞ്ചിങ്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ വിമൻ ഓഫീസേഴ്സ് ആർ ഡൂയിങ് റിയലി വെൽ ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫീസേഴ്സ്.